നമസ്കാരം. ഇന്നത്തെ പ്രധാനപ്പെട്ട 10 വാർത്തകളിലേക്ക് ടുഡേ സൈലൻസ് ആരംഭിക്കാം. സ്വാഗതം. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ പുലിക്കളി അടക്കമുള്ള എല്ലാ ഓണാഘോഷങ്ങളും തൃശൂർ കോർപ്പറേഷൻ ഒഴിവാക്കി. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സർക്കാരിന്റെ പ്രത്യേക ഉത്തരവ് പ്രകാരമാണ് കോർപ്പറേഷൻ നേതൃത്വത്തിൽ ഈ വർഷം നടത്താനിരുന്ന എല്ലാ ഓണാഘോഷ പരിപാടികളും ഒഴിവാക്കുന്നതിനെന്ന് തൃശൂർ കോർപ്പറേഷൻ തീരുമാനിച്ചത്. കൊടകര പേരാമ്പ്ര അപ്പോളോ ടയേഴ്സിൽ തീപിടുത്തം. വെള്ളിയാഴ്ച രാവിലെ 8:45 അപ്പോളോ ടയേഴ്സിൽ ബയാസ് വിഭാഗത്തിന്റെ മേൽക്കുരയിലാണ് തീപിടിച്ചത്. ബയാസ് വിഭാഗത്തിന്റെ മേൽക്കുരയിൽ മെയിൻ്റനൻസ് വർക്ക് നടക്കുന്നുണ്ടായിരുന്നു. ഇതിനിടയിലാണ് തീ പടർന്നതെന്ന് പറയുന്നു. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ സർവ്വവും നഷ്ടപ്പെട്ടവർക്കുള്ള പുനരധിവാസ പദ്ധതി എത്രയും പെട്ടെന്ന് നടപ്പാക്കാനുള്ള ആർജവം സംസ്ഥാന സർക്കാർ കാണിക്കണമെന്ന് കെ. സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. ദുരന്തം നടന്ന ദിവസം 10 കഴിഞ്ഞിട്ടും ദുരിതത്തിൽപ്പെട്ടവർക്കുള്ള ആശ്വാസമാകുവാൻ സംസ്ഥാന സർക്കാർ ഒന്നും ചെയ്തിട്ടില്ലെന്നും സമഗ്ര പുനരധിവാസ പദ്ധതി ഉടൻ പ്രഖ്യാപിക്കുകയും നടപ്പാക്കുകയും വേണമെന്നും കെ. സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. കൊടുങ്ങല്ലൂർ നഗരമധ്യത്തിൽ പെൺവാണിഭ കേന്ദ്രത്തിൽ റെയ്ഡ്. 4 സ്ത്രീകളും കേന്ദ്രം നടത്തിപ്പുകാരും ഉൾപ്പെടെ 3 പുരുഷന്മാരും പിടിയിൽ. ചന്തപുരയിൽ AEO ഓഫീസ് പരിസരത്തുള്ള മൂൺ അപ്പാർട്ട്മെന്റിലാണ് റെയ്ഡ് നടന്നത്. താഴേക്കാട് സർവീസ് സഹകരണ ബാങ്കിൽ മുക്കുപണ്ടം പണയം വെച്ച് ലക്ഷങ്ങൾ തട്ടിയെടുത്തവരെ പുറത്താക്കണമെന്നും ഭരണസമിതി പിരിച്ചുവിടണമെന്നും ആവശ്യപ്പെട്ട് ആളൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ പ്രകടനവും ധർണയും നടത്തി. കൊമ്പടി ഹെഡ് ഓഫീസിന് മുൻപിൽ നടത്തിയ ധർണ DCC ജനറൽ സെക്രട്ടറി ആന്റോ പെരുമ്പിള്ളി ഉദ്ഘാടനം ചെയ്തു. അന്നമനട ഗ്രാമപഞ്ചായത്തിലെ അംഗൻവാടികളിലെ പിൻവാതിൽ നിയമനങ്ങൾക്കെതിരെ കോൺഗ്രസ് അന്നമനട മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. കോൺഗ്രസ് മാള ബ്ലോക്ക് പ്രസിഡന്റ് NS വിജയൻ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് PK തിലകൻ അധ്യക്ഷത വഹിച്ചു. ശ്രീനാരായണപുരം പഞ്ചായത്തിൽ ആഴ്ചകളായി കുടിവെള്ളം വിതരണം നിലച്ചതിൽ പ്രതിഷേധിച്ച് SN പുരം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പഞ്ചായത്തിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. മാർച്ച് പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ പോലീസ് തടഞ്ഞു. DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് VM മുഹിയുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. പ്രൊഫസർ KA സിറാജ് അധ്യക്ഷത വഹിച്ചു. ആദിവാസി ഊരുകളിലെ പേരുമാറ്റ ഉത്തരവ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ ആദിവാസി സമിതിയുടെ നേതൃത്വത്തിൽ ചാലക്കുടി മിനി സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന ചാലക്കുടി ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസിന് മുമ്പിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. പെരുമാറ്റ ഉത്തരവ് കത്തിച്ച് KSPMS ജനറൽ സെക്രട്ടറി PK വേണു ഉദ്ഘാടനം ചെയ്തു. വയനാടിന് കൈത്താങ്ങുമായി കുരുന്ന് വിദ്യാർത്ഥികൾ. കൊടകര ഗവൺമെന്റ് LP സ്കൂളിലെ വിദ്യാർത്ഥികളാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനകൾ നൽകിയത്. പിറന്നാൾ പോലുള്ള ആഘോഷങ്ങൾ ഒഴിവാക്കി മാറ്റിവെച്ച തുകയും നാണയത്തുണ്ടുകളടക്കം കൂട്ടിവെച്ച് സ്വരൂപിച്ച കാശു കൊടുക്കുകയും സഹിതമാണ് കുരുന്ന് വിദ്യാർത്ഥികൾ സംഭാവനകൾ നൽകിയത്. പിതാവിന്റെ 1ാം ചരമവാർഷിക അനുസ്മരണ ചിലവുകളുടെ തുക വയനാട് ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകി. മാളപ്പള്ളിപ്പുറം സ്വദേശിയായ ASI വലിയ പറമ്പിൽ വീട്ടിൽ ഷൈജുവും കുടുംബവുമാണ് തന്റെ പിതാവ് പത്രോസിന്റെ 1ാം ചരമവാർഷിക അനുസ്മരണത്തോടനുബന്ധിച്ച് ചെലവഴിക്കാൻ മാറ്റിവെച്ച തുക ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയത്. ഹൈലൈറ്റ്സ് വാർത്തകളുടെ വിശദമായ റിപ്പോർട്ട് അടുത്ത ന്യൂസ് റൗണ്ടപ്പിൽ കാണാം. ടുഡേ സൈലൻസ് ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.